അസ്സലാമലൈക്കും. ജിനശ്ശേരി വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ രാവിലെ നോക്കും, പുറത്തൊക്കെ ഇരുടാമല്ലോ. രാവിലെ സുബൈക്ക് ഇപ്പോൾ 5 മണി കേട്ടോ. ഞങ്ങൾ നിലമ്പൂർ പോവാണ്. നിലമ്പൂർ എന്താ വെച്ചാൽ ഇപ്പം എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവാണ്ട്, പിന്നെ അതേപോലെ ഞങ്ങളൊരു ഫാമിലീൻ്റെ വീട്ടിൽ പോവാണ്ട്, അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോവാണ്ട് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിലമ്പൂരിലേക്ക് പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. ഇങ്ങനെ ചായ കുടിച്ചാനോ? ഒടുക്ക പോണേ വെച്ചാ? ടൂറ് പോവാണേ? ടൂറ് പോവാണേ? ഉമ്മിനെ മുണ്ടൂല? എന്നാ ഉമ്മി ടൂറ് പോവാ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ രാവിലെ തന്നെ കാൽച്ചായൊക്കെ കുടിച്ചിട്ടാണ് പോകുന്നത്. അപ്പം അതിന് മാത്രം ലോങ് ഒന്നുമില്ല, ഒരു 2 മണിക്കൂറിൻ്റെ യാത്ര കേട്ടോ. അപ്പം എന്നാലും നേരത്തെ പോയാൽ നമുക്ക് കുറച്ചും കൂടി സ്ഥലങ്ങൾ കവർ ചെയ്യാൻ പറ്റുമല്ലോ, അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നേരത്തെ പോകുന്നത്. അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ഗൈസ്, ഇതെല്ലാം ഞങ്ങളെ ലഗേജാണ് കേട്ടോ. ഞങ്ങളെ ലഗേജ് കണ്ടാൽ വിചാരിച്ച ഒരാഴ്ചക്കത്തെ ട്രിപ്പാണ് എന്നുള്ളത്. ഒരു ദിവസം പോലും കംപ്ലീറ്റ് ആവാത്തൊരു യാത്രയാണ് ഇട്ടത്. എന്നിട്ട് ഇത്രയും ലഗേജ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്തിനാന്നൊക്കെ. അപ്പം ഞങ്ങൾ അവിടുന്ന് വെള്ളത്തിൽ ചാടാൻ അങ്ങനെയൊക്കെ എന്തൊക്കെ പ്ലാനൊക്കെ ചെയ്ത് കണ്ട് എല്ലാവരും 3 കുട്ടീച്ചൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഡ്രസ്സ് എടുക്കും, എക്സ്ചേഞ്ച് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാവരും 3 കൂട്ടു ഡ്രസ്സുകളാണ് ഉള്ളത്. അങ്ങനെ ഇതാ ഗൈസ്, ഞങ്ങളിതാ മാറ്റലെല്ലാം കഴിഞ്ഞ് എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട്, പോവാൻ റെഡി ആയി നിൽക്കുകയാണ്. അപ്പം നമ്മളെ കൂടെ വല്യപ്പ വരുന്നില്ല കേട്ടോ. വല്യപ്പക്ക് ഇത്രയും ലോങ് യാത്ര ചെയ്യാൻ പറ്റില്ല, ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട്. അതുകൊണ്ടിട്ട് തന്നെ വല്യപ്പ പോരുന്നില്ല പറഞ്ഞ് ഞങ്ങൾ കൊണ്ടുപോകണം വിചാരിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ പോണ വിശേഷങ്ങളൊക്കെ കാണാം. വല്യപ്പ പോരാത്തത് കൊണ്ടിട്ട് തന്നെ നമ്മൾ ചെറിയ അമ്മായിൻ്റെ വീട്ടിലാണ് കേട്ടോ വല്യപ്പനെ ആക്കണത്. അപ്പോൾ അവിടെ വല്യപ്പാനെ ആക്കിയിട്ട് വേണം നമുക്ക് പോവാൻ. അപ്പം ഏതായാലും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ അമർത്താനും അതിലോളം തന്നെ പ്രസ് ചെയ്യാനും മറക്കരുത്. എങ്കിലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അങ്ങനെ ഗൈസ്, ഞങ്ങളിത് അമ്മേൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വല്യപ്പനെ അവിടെ ഇറക്കി. ഞങ്ങൾ പിന്നെ അവിടെ കയറാൻ നിന്നില്ല കേട്ടോ, ടൈം വൈകും എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങുകയാണ്. ഗൈസ്, ഞങ്ങളിപ്പോൾ എവിടെ എത്തി? നമ്മളിപ്പോൾ എവിടെ എത്തി? എടവണ്ണ പറ, വെറും എടവണ്ണ. നീ ഓരോന്നും കേട്ട് കണ്ട് സ്റ്റാറ്റസ് ഒക്കെ. ഹലോ ഗൈസ്, ഞങ്ങളപ്പം 2 കിലോമീറ്റർ വഴി തെറ്റിപ്പോയി ഗൈസ്. അപ്പോൾ ഇപ്പോൾ ഒരു റോഡ് കിട്ടിയിട്ടുണ്ട്, അതിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് ഒരാളോട് ചോദിച്ചപ്പോ റോഡ് കിട്ടി, നമ്മളെ പേരിലാക്കിയൊന്നുമില്ല. ഇതൊക്കെ എടുക്കപ്പോനോ എടുക്കുന്നുണ്ട്, നിങ്ങൾ വിട്ടോളി. ആ മല കയറിയാലോ. ആ അജ്മലിന് ഏതി മലന്റെ മേലെ കയറ്റിക്കാണി. അവിടെ കയറാനില്ല, അവിടെ കമ്പി ടീക്കുണ്ട്. ഏലക്കായ അല്ല, എന്തോ ഒരു ഇല, കരിമ്പിന്റെ ഒക്കെ ഇലന്റെ മരിക്കണ്ടാ. കൈതച്ചക്കന്റെ ഒക്കെ, കൈതച്ചക്കന്റെ അല്ല, ഈ കാട്ടുചക്കല്ലേ. എന്തോ നല്ല കൃഷിയാണ്. കൊറേ ഞാൻ 1.5 കിലോമീറ്റർ കേട്ടോ. കറണ്ടും ഉണ്ടാവും. ബ്യൂട്ടിഫുള്ളാ. നല്ല തണുപ്പ്. നമ്മളെ നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴൊന്നും തണുപ്പില്ലേന് ഗൈസ്. ഇവിടെ എത്തിയപ്പോഴാണ് തണുപ്പ് വരുന്നത് കേട്ടോ. നല്ല തണുപ്പുണ്ട്.
പോകണ്ട വരാതെ ഗൈസ്, ഞങ്ങൾ ഏകദേശം കുറേ ഓടി കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങളിതാ കട്ടൻ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ വരുമ്പോൾ കട്ടൻ ചായയൊക്കെ സെറ്റാക്കിയിട്ട് ഇനി വന്നിനിയത്. അപ്പം കട്ടൻ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നിർത്തി ഇതാ ചായ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. 3 ക്ലാസ്സില്ലേ ചുമ്മാ നീച്ചോ ഒങ്ങേനി ബിസ്ക്കറ്റാണോ? ബിസ്ക്കറ്റ് പഴം തരട്ടോ ഉമ്മി? പഴം വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് മതി അല്ലേ? യാത്രന്റെ വൈബ് നഷ്ടപ്പെടുത്താന് ഓനക്ക് വൈബ് കിട്ടണെങ്കിലേ മലന്റെ മേൽക്കറണ മലയും കുമ്പൊക്കെ ഉണ്ട്. ഫോട്ടോ വെക്കണം, അത് യൂട്യൂബിൽ വരും. അപ്പൊ ആൾക്കാർ നമ്മളെ കാണുമ്പോ യൂട്യൂബറാണ് സംശയം തോന്നും. അപ്പൊ വണ്ടിപ്പോ പേരൊക്കെ ഉണ്ടോ നോക്കും ആൾക്കാരെ നോക്കും. ഞാൻ തിന്നു, ഒരു പഴം തിന്നു. മലതാ അത മല, അതാണ് മല. ഞങ്ങൾ ചായ കുടിക്കാൻ നിർത്തിയെടുത്തില്ലേ, ഇങ്ങനെ ചുള്ളിക്കൊക്കെ നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതായി ഇമ്മിയും പിന്നെ ഇക്കും കൂടെയും ചേർന്നിട്ട് ചുള്ളിക്കൊക്കെ പറിച്ച് കഴിക്കാൻ കേട്ടോ. ഓളുണ്ട് പറഞ്ഞിട്ടാണ്. നോട്ടെ ചൊക്കിപ്പായം നോക്കട്ടെ. പാമ്പുകായി അല്ലേക്കൂലേ? ഞാനോ ആ ചുള്ളിക്കതാ നല്ല മധുരം ഉണ്ട്. ഇതിനെ അടിച്ചു തരുന്ന ഡ്രസ് ഇട്ട് പോന്ന അവിടെ കൊണ്ട് കയറി ഇറങ്ങിയപ്പോ ഞാനും പാടാം. മക്കളെ അവള് പൊടുത്തി പറഞ്ഞ റബ്ബറിന്റെ അടുത്ത് ഫോട്ടോ
ഇങ്ങോട്ട് നോക്കി കഥ ഇത് നോക്കിയാ ഞാൻ മുണ്ടില്ല കൈ ഇരിക്കത്തുള്ളൂ തന്നെ കൈ കാത്തിട്ട് സെൽഫിക്കണ്ട സെൽഫിക്കണ്ട കാത്തിരിക്കാം എന്ത് കൈക്കൊക്കെ ഉണ്ടായിരുന്നു പോയാലും പോകാൻ പറ്റും ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? ഇന്നൊരു ഫോട്ടോ എടുക്കുമെന്ന് എന്താ ഭംഗിയാണ് എന്നിട്ട് അമ്മച്ചി ഇവിടെയാണ് കാണാൻ നല്ല ഭംഗി. പിടിച്ചോടുത്ത എനിക്ക് അയ്യോ നല്ല തണുത്ത വെള്ളം. പൈസ ഓൽക്ക് പാകത്തെ വെള്ളം. അയ്യോ കേക്കിയൊക്കെയാ അങ്ങനെ ഗൈസ് ഞങ്ങൾ പോണ വഴിക്ക് ഒരു അടിപൊളി സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ് കേട്ടോ. ഇവിടെ നല്ല വൈബിന് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനും. ഒരുപാട് നല്ല ക്യാമറ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല സ്കോപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഞങ്ങൾ ഇനി നേരെ പോകുന്നത് കേരള കുണ്ടിലേക്കാണ്. അപ്പോൾ അവിടെ അടിപൊളി വ്യൂ ആയിരുന്നു. അവിടുന്ന് ഒരുപാട് നല്ല വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇൻഷാല്ലാ ബാക്കി നാളെ വീഡിയോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.